സർക്കാർ ജീവനക്കാർക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടാമോ? ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാമോ? ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാമോ? സാമൂഹ്യ മാധ്യമങ്ങളിൽ തങ്ങളുടെ അഭിപ്രായം പറയാമോ? യൂട്യൂബിൽ സംസാരിക്കാമോ? ഇത്തരം ചില ചോദ്യങ്ങളും സംശയങ്ങളും ജനങ്ങളുടെ മനസ്സിലാകെയുണ്ട്. ചിലരൊക്കെ അത് നമ്മളോട് വിളിച്ച് ഗുണകാംക്ഷയോടെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും വരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. മറ്റു കുറേ പേർ അതിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് തയ്യാറായി നിൽക്കുന്നവരുമുണ്ട്. ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. കാരണം ഒരാൾക്കും ഈ സമൂഹത്തിൽ നിയമവിരുദ്ധമായി തുടർച്ചയായി വർഷങ്ങളോളം ഒരു കാര്യം ചെയ്യുക അസാധ്യമാണ് എന്നുള്ളത് വളരെ സിമ്പിൾ ലോജിക്കാണ്. എന്ന് മാത്രമല്ല, ശത്രുക്കൾ സവിശേഷമായ ഒരു കാലത്ത് മാത്രമാണ് ഉണ്ടാകുന്നത് എന്ന് വിചാരിക്കാനും തരമില്ല. ജനിക്കുമ്പോൾ തന്നെ നമ്മൾ വളരുന്നതനുസരിച്ച് 50% ശത്രുക്കളോടൊപ്പമാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി 50-നെയാണ് നമുക്കത് 75 ആക്കണോ 80 ആക്കണോ 100 ആക്കണോ എന്നൊക്കെ എഴുതാം. 50% എന്തായാലും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സംശയമാണ് ഈ ആളുകൾ പലപ്പോഴും ചോദിക്കാറുള്ളത്. അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ഭരണഘടന ഒരു പൗരന് നൽകുന്ന ഒരു അടിസ്ഥാനപരമായ അവൻ്റെ അവകാശമാണ്. ഭരണഘടനയിൽ അത് തിരുത്താൻ കഴിയില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അതൊക്കെ അക്കാഡമിക് ഡിസ്ക്രിപ്ഷനാണ്. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റിൽ ഒന്നാണ് ഈ പറഞ്ഞ സംഗതി. എല്ലാ പൗരന്മാർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും എഴുതാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രൊവൈഡഡ് എന്തായിരിക്കണം? അത് നാട്ടിലെ നിയമങ്ങൾക്ക് വിധേയമായിരിക്കണം, അവരുടെ നിരീക്ഷണങ്ങൾക്ക് വിധേയമായിരിക്കണം, അതിൻ്റെ പരിശോധനകൾക്ക് വിധേയമായിരിക്കണം. ഇതെല്ലാ പൗരനും ബാധകമായതുപോലെ തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥനും ബാധകമാവുക. സർക്കാർ ഉദ്യോഗസ്ഥന് ആകെയുള്ള വ്യത്യാസം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ജോലി ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥലത്തുനിന്ന് തുല്യമായ വേതനം വാങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന യൂട്യൂബിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വരുമാനം എടുക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ അല്ലെങ്കിൽ വരുമാനം സ്വന്തമാക്കാൻ, അയാൾക്ക് ഉപയോഗിക്കാൻ, അയാളുടെ അക്കൗണ്ടിലേക്ക് അത്തരം സംഗതികളൊക്കെ കടന്നു വരാൻ, അതിലൂടെ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവൃത്തിയെ മാത്രമാണ് അതിലൊന്നാമതായി തടഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം പറയാം, നിങ്ങളുടെ നിലപാട് പറയാം, നിങ്ങൾക്ക് സത്യങ്ങൾ പറയാം, നിങ്ങൾക്ക് സാമൂഹ്യ സാഹോദര്യം പറയാം, വിദ്വേഷത്തിനെതിരെ സംസാരിക്കാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളതിൻ്റെ പണം നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, നിങ്ങൾ എടുക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സർക്കാർ നയങ്ങൾക്കെതിരെ ആ മാധ്യമത്തിലൂടെ പ്രവർത്തിക്കുകയോ പ്രചരിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അത് സാമൂഹ്യ മാധ്യമത്തിലൂടെ എന്ന് മാത്രമല്ല, അല്ലാതെയും പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ആ കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അതിനെ തകർക്കാൻ, അതിനെ ഉന്മൂലനം ചെയ്യാൻ, അതിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ ഒരിക്കലും പ്രവർത്തിച്ചുകൂടാ. അതിനെയും സംഗതി ഉപയോഗിച്ചുകൂടാ. എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വിയോജിക്കാം, നിങ്ങൾക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് പോസിറ്റീവായി പറയാം. അത്തരം കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ചെയ്യുന്നതിനുള്ള സർവ്വ സ്വാതന്ത്ര്യം ഈ നിമിഷം വരെ നമ്മുടെ രാജ്യത്ത് ഉണ്ട്. നമുക്കത് പറയാം, നമുക്ക് ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിൽ പറയാം, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് എന്ന് പറയുന്ന സംഗതിയെ റിസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ തന്നെ വേണമെന്നില്ല, യൂട്യൂബിൽ തന്നെ വേണമെന്നില്ല. ഞാനൊരു സ്ഥാപനത്തിലെ ഒരാളായിരിക്കെ ഏതെങ്കിലും ഒരു പൊതുയോഗത്തിൻ്റെ വേദിയിൽ എൻ്റെ സ്ഥാപനത്തിനെതിരെ പ്രസംഗം നടത്തി അതൊരാൾ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചാലും ഈ നിയമം ബാധകമാണ്. അത് ഇതിലൂടെ തന്നെ പറയണമെന്നില്ല. പിന്നെ എല്ലാ പൗരന്മാർക്കും ബാധകമാകുന്ന സിവിൽ ക്രിമിനൽ നിയമങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനും ബാധകമാണ്. എന്ന് വെച്ചാൽ ആരെയും അപമാനിക്കുന്ന, നിയമവിരുദ്ധമായ അല്ലെങ്കിൽ മനഃപൂർവ്വം ലഹള ഉണ്ടാക്കാനായി അതിനുവേണ്ടി പ്രവർത്തിച്ച് സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് അതിനുവേണ്ടി സാമുദായിക സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും സംഗതികൾ ചെയ്തു എന്ന് ഏതെങ്കിലും കുറ്റാന്വേഷണ ഏജൻസി കണ്ടെത്തിയാൽ അതിൽ അയാളെ ശിക്ഷിക്കാം. എങ്കിലും അയാളുടെ ഈ അവകാശത്തെ റദ്ദാക്കാൻ സാധ്യമല്ല. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ചോദിക്കും, എങ്ങനെയായിട്ട് എന്താണ് ഈ സർക്കാർ ജീവനക്കാരും എന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ നിസ്സാരമാണ്. എന്തിനാണ് ഈ പൊല്ലാപ്പനി നടക്കുന്നത് എന്നെല്ലാവരും വിചാരിക്കും. എന്തിൻ്റെ കേടാണ്? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുക, അഭിപ്രായം പറയുക എന്നൊക്കെ പറയുന്നത്
ആളുകൾ വിചാരിക്കുക എന്തിൻ്റെ കേടാ, ഇതിനകത്ത് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് അല്ല. എല്ലാവരും പറയുക, ഇപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും പറഞ്ഞു അത് തെറ്റാണ് എന്ന് പറഞ്ഞ് അയാളെ അങ്ങ് നടപടിയെടുത്തു. ഇപ്പോൾ യദു കൃഷ്ണൻ പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിലെ ഡ്രൈവറോ മറ്റോ ആയിരുന്നു, അയാൾക്കെതിരെ നടപടിയെടുത്ത് ഒരു ഗവൺമെൻറ് പുറത്താക്കി. അടുത്ത ഗവൺമെൻറ് വേറെന്തോ സർക്കാർ സ്ഥാപനത്തിലേക്ക് നിയമസഭാ കോംപ്ലക്സിലെ ഡ്രൈവറായിട്ടെങ്ങാണ്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എടുത്തു എന്ന് പറയുന്നൊരു വാർത്ത ഞാൻ കണ്ടു. അപ്പോൾ സസ്പെൻഡ് ചെയ്യാം. അപ്പോൾ ആ സസ്പെൻഷൻ, അതിൻ്റെ പൊല്ലാപ്പ്, അതിൻ്റെ അന്വേഷണം, അതിൻ്റെ ചെലവ്, അതിൻ്റെ അധ്വാനം എന്തിനാ പോകുന്നത്? കയ്യിലുള്ളത് വെച്ച് പാടേ വിധിയെ എന്ന് പറഞ്ഞ് വാങ്ങിച്ച് കൈ വെച്ചോണ്ടങ്ങ് ജീവിച്ചാൽ നമുക്കും ഈ സമൂഹത്തിൽ ഒരു മനുഷ്യപ്പുഴുവിനെ പോലെ ജീവിക്കാം. ആരും ഒന്നും ചെയ്യത്തില്ല. അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ, അവനെ മറ്റവൻ അടിച്ചോട്ടെ, എവിടെ മറ്റവൻ കാശ് വാങ്ങിച്ചോട്ടെ, മറ്റവൻ അഴിമതി ചെയ്തോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. നമുക്കെന്തോ വേണം, നമുക്കെന്തെങ്കിലും കിട്ടുന്ന വേണം എന്ന് പറയുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നെങ്കിൽ ആരും ഒന്നും ചെയ്യൂല. പൊതുവിൽ എന്തിനാണ് പോകുന്നത്? ഇപ്പം മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിൽ, ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഒരു മതിൽക്കെട്ടിനകത്തുള്ള സ്ഥാപനമാണ്. മറ്റ് സർക്കാർ സർവീസിലാണെങ്കിൽ ഇതൊന്നും പറയാതെ തന്നെ വേണമെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർ അഴിമതിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു, അയാളെ എടുത്തു വേണേൽ കാസർഗോഡ് അടിക്കാം. അവൻ്റെ കുടുംബവും അവനും പ്രയാസത്തിലാവും. എന്തിനാ പറയാൻ പോകുന്നത്? 2 IAS ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു. അവരിപ്പോൾ തിരിച്ച് മറ്റ് പദവിയിലേക്ക് കയറി. അവർ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി അവിടെയും ഗവൺമെൻറ് വിമർശനത്തിന് തന്നെ വേറൊരു സംഗതിയുണ്ട്. ഒരു സ്ഥാപനത്തെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, ചട്ടമെന്ന് പറയുന്നത് ഒരു അഴിമതി തുടർന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു അഴിമതിയോട് വിയോജിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു. ഞാൻ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കാൻ പാടില്ലായിരുന്നു, ജനങ്ങൾ ബുദ്ധിമുട്ടിലാകും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്താൽ അത് സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമല്ല. അതൊരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ അവകാശത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എന്തു ചെയ്യും? ഞാൻ ഓഡിറ്റ് ചെയ്യപ്പെടും, എന്നെക്കുറിച്ച് കമൻറ്റുകൾ എഴുതും, എനിക്ക് സൈബർ ബുള്ളിയിങ് ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ എന്തിനാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ നടക്കുന്നത് എന്ന് വിചാരിച്ച് ആരും ഇതിന് മെനക്കെടില്ല. ആർക്ക് വേണ്ടിയാണോ പറയുന്നത് അവൻ തന്നെ ചിലപ്പോൾ അടിക്കും. ആരെയൊക്കെയാണോ നമ്മൾ സഹായിച്ചിട്ടുള്ളത് അവൻ ചിലപ്പോൾ തിരിച്ചടിക്കും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അല്ലാതെ ഈ പറയുന്നത് പോലെ സർക്കാർ ഉദ്യോഗസ്ഥന് ഇതിലൊന്നും പാടില്ല. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഇതിലൊരു അപ്പോയിൻമെൻറ്റ് തരുമ്പോഴത്തേക്ക് നീ അങ്ങ് മരിച്ചേക്കണം. പിന്നെ നീ എന്താ പറയുന്നത്? ഇല്ല വാഴയിലയൊക്കെ വാട്ടുമല്ലോ നമ്മൾ ചോറുണ്ടാകാൻ വേണ്ടി, അതുപോലെ വാടിയതുപോലെ കിടന്നേക്കണം, മിണ്ടിപ്പോകരുത് എന്നൊന്നും പറയുന്നതിൽ യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് പറയാനുള്ള സത്യം, നിയമവിധേയമായ കാര്യം എല്ലാവർക്കും പറയാം. സർക്കാർ ജീവനക്കാരനെ പോലെ തന്നെയല്ലേ മുൻ MLA മാർ പെൻഷൻ വാങ്ങിക്കുന്നവർ എന്തെല്ലാം മതസ്പർദ്ധ വളർത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നു. അവരുടെ പെൻഷൻ റദ്ദാക്കാറുണ്ടോ? 2 മുൻ DGPമാർ അവരവരുടെ വകുപ്പിനെതിരെ തന്നെ സംസാരിക്കുന്നു, പെൻഷൻ റദ്ദാക്കിയോ? അങ്ങനെ എന്തെല്ലാം. പിന്നെ അതുപോലെ തന്നെ ഞാനിത് കേട്ടിട്ടുള്ളതാണ്. അലക്സാണ്ടർ ജേക്കബ് സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഈ IPS-ലൊക്കെ അല്ലെങ്കിൽ ഉന്നത സർവീസിലൊക്കെ, സിവിൽ സർവീസിലൊക്കെ അവരൊരു ആ ജോലിയിൽ നിന്ന് റിട്ടയർ ആയാലും എത്രയോ വർഷത്തേക്ക് ഒരു സംഗതികളും പുറത്ത് പറയാൻ പാടില്ല, ഔദ്യോഗിക രഹസ്യങ്ങൾ എന്ന് എത്രയോ പേരത് നടന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന് ഇത് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ റിസ്ക് എടുക്കാൻ തയ്യാറായ, നമ്മളിതിൽ ഇപ്പം ഞാൻ MSW പഠിച്ച ആളാണ്. MSW ഒരു സോഷ്യൽ സർജനാണ്, അല്ലെങ്കിൽ സാമൂഹ്യ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ആളാണ്. എനിക്ക് വേണമെങ്കിൽ ഇതെടുത്ത് UK-ലോ വേറൊരു രാജ്യത്ത് പോയി നല്ല സുഖസമൃദ്ധമായി ജീവിക്കാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്താ കാര്യം? ഒരു കുഴപ്പമില്ല. എനിക്ക് പാസ്പോർട്ട് ബാൻ ചെയ്തിട്ടില്ല, എന്നെ ഒരു കുറ്റാന്വേഷണ ഏജൻസിയും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ട് ഇവിടുത്തെ കോളേജിൽ MSW എന്ന് പറയുന്ന ഒരു കോഴ്സ് പാസ്സായി. അപ്പോൾ MSW-ൽ എന്താ? സോഷ്യൽ വർക്കാണ്. സോഷ്യൽ വർക്കിൽ എന്താ? സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വരും, സാമൂഹ്യ പ്രശ്നങ്ങളിൽ മനുഷ്യരെ സഹായിക്കേണ്ടി വരും, സാമൂഹ്യ പ്രശ്നങ്ങളിൽ വർത്തമാനം പറയേണ്ടി വരും. അങ്ങനെ വർത്തമാനം പറയുമ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വർത്തമാനം പറയാൻ പറ്റുമോ? പറ്റില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ചിലർക്ക് ഇഷ്ടപ്പെടാത്തത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ജാതിയും മതവും ഒന്നുമില്ല. അതെല്ലാം സാമൂഹ്യ വിമർശനങ്ങളോ സാമൂഹ്യ നിരീക്ഷണങ്ങളോ ഒക്കെയാണ്. പിന്നെ അതിൽ പരിഹസിക്കുന്നത് ഈ പറഞ്ഞതുപോലെ കാർട്ടൂണുകളും അതുപോലെ തന്നെ സിനിമയിലൂടെയും മറ്റ് പല മാധ്യമങ്ങളിലൂടെയും പലതിനെയും കളിയാക്കുന്നത് പോലെ നമ്മൾ കളിയാക്കിയിട്ടുണ്ടാവും. ആ കളിയാക്കുന്നത് കൊണ്ട് അതൊരു ആജീവനാന്ത സംഗതിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും ഇങ്ങനെ ആകെ ഒരു ആശയക്കുഴപ്പമുണ്ട്. സർക്കാർ ജീവനക്കാരൻ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുന്നതിന് ഒരു തടസ്സമില്ല. അതുകൊണ്ടാണല്ലോ ഒരുപാട് മാധ്യമപ്രവർത്തകർ, ഈ പത്രത്തിൽ വാർത്ത എഴുതുന്ന പ്രാദേശിക ലേഖകർ പലരും സർക്കാർ ജീവനക്കാരുണ്ട്, പല വകുപ്പുകളിലും ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ വാർത്ത എഴുതുന്നില്ലേ? അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചർച്ചയൊന്നും വലിയ പ്രസക്തമായ കാര്യമല്ല എന്ന് വിനയപൂർവ്വം പറയട്ടെ.